ലോകത്ത് ഏറ്റവും സ്കിൽഫുള്ളായിട്ടുള്ള യുവജനതയുള്ളൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ രാജ്യത്തെ കുട്ടികളെ ജർമ്മനിയും ജപ്പാനും UAEയും ഒക്കെ വലിയ തോതിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ ബേസിക് ഇപ്പോൾ ITI മുതൽ NIT വരെയുള്ള പഠന സമ്പ്രദായം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വലിയ ഒരു നിലവാരം പുലർത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. വലിയ തോതിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, വ്യാവസായികമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ആത്മനിർഭർ ഭാരത് പോലുള്ള മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികളിലൂടെ നമ്മുടെ രാജ്യത്തെ വ്യവസായങ്ങളെ വളർത്തുവാൻ, പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടക്കുകയാണ്. അത്തരത്തിലുള്ള പരിശ്രമങ്ങളുടെ ഒരു എൻഡ് റിസൾട്ട് എന്താ വെച്ചാൽ അനവധി ടെക്നീഷ്യന്മാരെ നമുക്ക് ആവശ്യമാണ്. ഇതിനൊക്കെ ഉപയോഗപ്രദമായ ഉപകരണങ്ങൾ വികസിപ്പിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. ആ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറയുന്ന മേഖലയിൽ സാധ്യതകളേറെയാണ്. കാരണം നമുക്ക് പ്രവർത്തിപ്പിക്കാൻ മതിയായ ഉപകരണങ്ങൾ വേണം. ഇപ്പോൾ ഒരു മിലിറ്ററി മേഖല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, DRDO പോലുള്ള സ്ഥാപനങ്ങൾ നമുക്ക് അനവധി പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട്, ഗവേഷണ സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ മേഖലയിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും പ്രവർത്തിക്കുന്ന നിരവധി പ്രതിരോധ ഉപകരണ നിർമ്മാണശാലകളുണ്ട്. ആർമിക്ക് ഉള്ളിലെ തന്നെ പ്രതിരോധ നിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഉപകരണങ്ങൾ വേണം. ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഉപകരണങ്ങൾ വേണം. അതിൻ്റെയൊക്കെ പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് ഉപകരണങ്ങൾ വേണം. ആ ഉപകരണങ്ങളൊക്കെ വളരെ പ്രിസിഷനായിട്ടുള്ള ഡൈകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നൊരു മേഖലയാണ് പ്രതിരോധ മേഖല. ഓട്ടോമൊബൈൽ മേഖല എടുക്കുമ്പോഴും അവിടെയും നമുക്കറിയാം എഞ്ചിനുകൾ വേണം. ആ എഞ്ചിനുകൾ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഓരോ സ്ഥലവും ഓരോ പാർട്സും നമ്മൾ നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ ഒന്നുകിൽ ഡൈകൾ ഉപയോഗിച്ചുകൊണ്ട് കാസ്റ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ പ്രസ് ചെയ്തെടുക്കുകയോ അതുമല്ല എങ്കിൽ മോൾഡ് ചെയ്തെടുക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിലാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെടുക. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറയുന്നൊരു പഠന തൊഴിൽ മേഖലയെ നമുക്ക് ഉപയോഗപ്പെടുത്തിയേ പറ്റൂ. അത് നിരവധി സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു തരുന്നൊരു മേഖല തന്നെയാണ്. നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ടൂൾ ആൻഡ് ഡൈ മേഖലയിൽ പഠനം നടത്തുന്നതിനുള്ള സാധ്യതകൾ എവിടെയൊക്കെയാണ്. നെട്ടൂർ ടെക്നിക്കൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു സ്ഥാപനമുണ്ട്. കേരളത്തിലും മറ്റ് ചില സംസ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് NTTF. അതേപോലെ തന്നെ നമുക്ക് ഇൻഡോ ജർമ്മൻ ടൂൾ റൂം നമ്മുടെ മുമ്പിൽ വലിയ സാധ്യതകൾ, പഠന സാധ്യതകൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അനവധി സ്ഥാപനങ്ങൾ ഈ രംഗത്ത് പൊതുമേഖലയിലും സർക്കാർ മേഖലയിലും സ്വകാര്യ മേഖലയിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്തി 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് 2 വർഷത്തെ പഠനത്തിലൂടെ നമുക്ക് പഠന തൊഴിൽ രംഗത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ഒരു പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് എങ്ങനെയാണ് മോൾഡ് ചെയ്യുക? അപ്പോൾ പ്ലാസ്റ്റിക് മോൾഡിങ്ങിന് മതിയായ ഒരു ഡൈ വേണം, ഒരു അച്ചു വേണം. അത് മോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ആകൃതിയിൽ ഒരു അച്ചു വേണം. ഈ അച്ച് എങ്ങനെയാണ് നിർമ്മിക്കുക? അതേപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള ഉപകരണങ്ങൾ, പ്രസ് ചെയ്ത് നിർമ്മിക്കുന്ന ചില പ്രോഡക്റ്റുകളുണ്ട്. ആ പ്രസ്സിങ് എങ്ങനെയാണ്? അതിനൊരു ഡൈ വേണം, ഒരു മോൾഡ് വേണം. അപ്പോൾ ഇത്തരത്തിലുള്ള മേഖലകളിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വലിയ അധ്വാനമില്ലാതെ, അതായത് വലിയ പഠന കാലയളവെടുക്കാതെ നമുക്ക് വളരെ പെട്ടെന്ന് മികച്ച സാധ്യതകളുടെ ഒരു ലോകത്തേക്ക് ചെല്ലാൻ കഴിയും. കാരണം ഇപ്പോൾ ജപ്പാൻ എന്നൊക്കെ പറഞ്ഞാൽ പോപ്പുലേഷൻ വളരെ കുറവുള്ള ഒരു രാജ്യമാണ് ജപ്പാൻ. വളരെ ഇൻഡസ്ട്രിയലി വളരെ അഡ്വാൻസ്ഡുമാണ്. അവർക്ക് ഡോക്ടേഴ്സിനെ വേണ്ട, അവർക്ക് കൂടുതൽ വേണ്ടത് ടെക്നിക്കലായിട്ട് വർക്ക് ഫോഴ്സിനെയാണ്. അപ്പോൾ ആ ടെക്നിക്കൽ വർക്ക് ഫോഴ്സിനെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങൾ വലിയ തോതിൽ, ജർമ്മനി ഒക്കെ വലിയ തോതിൽ നമ്മുടെ ടൂൾ ആൻഡ് ഡൈ മേക്കേഴ്സിനെ ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള കെൽട്രോൺ ഫോർജിങ് യൂണിറ്റ് എന്ന് പറഞ്ഞ് സിൽക്കിൻ്റെ ഒരു യൂണിറ്റ് ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് പഠന സാധ്യതകളും പരിശീലന സാധ്യതകളും വളരെയധികമാണ്. അപ്പോൾ വലിയ കമ്പനികളിൽ വളരെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന നമ്മുടെ ഒരു പ്രൊഡക്ഷൻ സെൻറ്ററിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് കടന്നു ചെല്ലാൻ കഴിയുന്ന അവസരങ്ങളുടെ ഒരു ലോകമാണ് യഥാർത്ഥത്തിൽ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത്. ഗിഗ്സും അതുപോലെ തന്നെ ഫിക്സേഴ്സും ഒക്കെ ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്ന പഠന മേഖലകൾ തന്നെയാണ്. ആ ഒരു പഠന സാധ്യതയെ ഉപയോഗപ്പെടുത്തി നമുക്ക് എങ്ങനെയാണ് വലിയ തോതിൽ വളർന്ന് മുന്നോട്ട് പോകാൻ കഴിയുക? കാരണം ഇപ്പോൾ +2 ചേർന്നു, +2 മാത്രമല്ല ITIക്ക് ചേർന്നു. ITI മാത്രമല്ല, ITI കഴിഞ്ഞാൽ പിന്നീട് പോളിടെക്നിക് ഡിപ്ലോമയിൽ ഇതിൻ്റെ ഉപരിപഠന സാധ്യതകളുണ്ട്. കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ കഴിയുന്നൊരു മേഖല BTechൽ നമുക്കുണ്ട്. സ്പെഷ്യലൈസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത.
ഇനി അതിനേക്കാളുപരി ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ കാഡും കാമും ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് ഡിസൈൻ ചെയ്യുന്ന മോൾഡ് ഡിസൈൻ ചെയ്യാം. കാഡും കാമും ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡൈകൾ ഡിസൈൻ ചെയ്യാം, അങ്ങനെ ടൂൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഈ ഡിസൈനിങ് പ്രോസസ്സിലേക്കും നമ്മുടെ കുട്ടികൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പോകേണ്ടതുണ്ട്. കാരണം മാനുവലായിട്ട് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ടൂളുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു 3D പ്രിൻറ്റിംഗ് ടെക്നോളജിയിലൂടെയൊക്കെ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ ഈ പറയുന്ന സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കാഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സിസ്റ്റത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഡിസൈൻ അപ്പുറത്ത് 3D പ്രിൻറ്റിംഗ് യൂണിറ്റിലൂടെ മോൾഡ് ചെയ്തോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ നിർമ്മിച്ച് പുറത്തേക്ക് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസൈനർ എന്ന നിലയിലേക്ക് നമ്മുടെ റോള് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ഒരു ഡിസൈനർ, അതായത് ഒരു കാർഡ് ഡിസൈനർക്ക് ഇന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്ന തരത്തിലേക്ക് അഡ്വാൻസ്ഡ് ആവുന്നു നമ്മുടെ പഠന തൊഴിൽ മേഖലകൾ. അപ്പോൾ ഈ എല്ലാ ടെക്നോളജിയുടെയും ആ മോഡേൺ ടെക്നോളജിയെയും അതേപോലെ തന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെയും ഒരേപോലെ അപ്ലൈ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കപ്പെടേണ്ട ഒരു മേഖല കൂടിയാണ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറയുന്ന തൊഴിൽ മേഖല. എല്ലാ ഇൻഡസ്ട്രീസിലും നമുക്കിത് ആവശ്യമുണ്ട്. അതിൻ്റെ റെഗുലറായിട്ട്, കാരണം നമ്മൾ വളരെ കൃത്യതയോടുകൂടിയിട്ടായിരിക്കണം ഇതൊക്കെ നിർമ്മിക്കേണ്ടത്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഒരു കുപ്പി നിർമ്മിക്കുമ്പോൾ ആ കുപ്പി മോൾഡ് ചെയ്തെടുക്കുകയാണ്. ആ മോൾഡ് ചെയ്തെടുക്കുന്ന കുപ്പിയുടെ അടപ്പും അതുപോലെ തന്നെ മോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇത് രണ്ടും സ്യൂട്ടാവണം. ചെറിയൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു, ഉപയോഗം ഇല്ലാതായി പോവും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ വിവിധ പാർട്ടുകൾ, എഞ്ചിൻ്റെ വിവിധ പാർട്ടുകൾ, ആ പാർട്ടുകളൊക്കെ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ ഓയിൽ ലീക്ക് വരാം. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന മോൾഡിങ്ങിൻ്റെയും ഡൈ മേക്കിങ്ങിൻ്റെയും ഒക്കെ ഒരു ക്വാളിറ്റിയെ കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ ഒരു ഇൻഡസ്ട്രിയൽ ഔട്ട്കം, ആ ഇൻഡസ്ട്രിയൽ ഔട്ട്കം എന്താണോ അതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആകുമ്പോഴത്തേക്കും വാഹനമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആകാം, ഒരു മിക്സി ആകാം, ഒരു ഗ്രൈൻഡർ ആവാം, ഒരു മോട്ടോർ സൈക്കിൾ ആവാം, ഒരു കാറാകാം, ഒരു ലോറി ആകാം, അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ആവാം, എന്തും ആവാം. ഏത് തരത്തിലുള്ള ഒരു ബൾബാകാം, ഏത് തരത്തിലുമുള്ള ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ട്കം പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റ് പ്രോപ്പറായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് മേഖലയിൽ ടൂള് ആൻഡ് ഡൈ മേക്കേഴ്സിൻ്റെ റോള് വളരെ വലുതാണ്. അവരുടെ റോള് മോശമായി കഴിഞ്ഞാൽ, അവരുടെ റോൾ പ്ലേ ചെയ്യുന്നത് വളരെ മോശമായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഭയങ്കരമായിട്ട് മോശമാവും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റി നിലനിർത്തുന്നതിൽ വലിയൊരു ക്രൂഷ്യൽ റോള് വഹിക്കുന്ന ഒരു ജനവിഭാഗമാണ്, തൊഴിൽ വിഭാഗമാണ് യഥാർത്ഥത്തിൽ ഈ ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന് പറയുന്ന മേഖല. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഈ ഒരു മേഖലയെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. വളരെ പ്രീമിയമായിട്ടുള്ള പഠന സാധ്യതകൾ ഒരുക്കുന്ന ഇൻഡോ ജർമ്മൻ ടൂൾ റൂം. കാരണം നമുക്ക് ജർമ്മനിയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഏറ്റവും വലിയ വളർച്ച, എഞ്ചിനീയറിംഗ് മേഖലയിലും പ്രൊഡക്ഷൻ മേഖലയിലും ഏറ്റവും വലിയ വളർച്ച ഉള്ള വികാസം സംഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. ജപ്പാൻ പോലെ തന്നെ മറ്റൊരു രാജ്യമാണ് ജർമ്മനി എന്ന് പറയുന്നത്. പണ്ട് നമുക്കറിയാം, മെഴ്സിഡിയസ് ബെൻസ് അടക്കമുള്ള വലിയ ജർമ്മൻ സാങ്കേതിക തികവുള്ള വാഹനങ്ങളൊക്കെ വളരെ പോപ്പുലറാണ്. അതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന മറ്റൊരു വ്യാവസായിക രാജ്യമാണ് ചൈന. അതുപോലെ തന്നെ മറ്റൊരു വ്യാവസായികമായി വളർന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയലൈസേഷൻ വളരെ വേഗത്തിലാണ് പല വ്യാവസായിക മേഖലകളും വളരുന്നത്. പ്രത്യേകിച്ച് ഡ്രോൺ ഇൻഡസ്ട്രി വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്രോൺ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ കുട്ടി. അവിടെയെങ്കിലും നമുക്ക് ഈ ഒരു സാധ്യതയെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ ഒരു സാധ്യതയെ, അതായത് ടൂൾ ആൻഡ് ഡൈ മേക്കിങ്ങിൻ്റെ പ്രസക്തി അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രി എടുക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, വലിയ വലിയ വിമാനങ്ങൾ, കപ്പൽ നിർമ്മാണശാലകൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ വരുന്നു. ആ കപ്പൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾ മുതൽ വലിയ വലിയ പ്രോഡക്റ്റുകൾ വരെ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിനൊക്കെ ശേഷം നമ്മുടെ ആയുധ നിർമ്മാണ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങളെല്ലാം ഡിഫൻസ് എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ പ്രൈവറ്റൈസേഷൻ, അതുപോലെ തന്നെ ISRO പോലുള്ള സ്ഥാപനങ്ങൾ, ഇവിടെയൊക്കെ ഉപകരണങ്ങളുടെ വലിയൊരു ശ്രേണി നമുക്ക് കാണാൻ കഴിയും. ആ ഉപകരണങ്ങളുടെയൊക്കെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് ഒട്ടനവധി ആൾക്കാരെ ആവശ്യമാണ്. ആ സാധ്യതകളാണ് ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് നമുക്ക് മുമ്പിൽ ഒരുക്കുന്നത്.